ഒരു മിനിറ്റിൽ ഇതുപോലെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഗ്ലോയിങ് സ്കിൻ ആണോ? ഗ്ലോയിങ് സ്കിൻ നേടാൻ ഇന്ന് വിപണിയിൽ പല മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ഒന്നും പോയി നിങ്ങൾ പണവും കളയണ്ട, നിങ്ങളുടെ സ്കിന്നും നശിപ്പിക്കേണ്ട. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിന്നിനെ അലട്ടുന്ന പ്രശ്നമായിട്ടുള്ള പാടുകൾ, ഓപ്പൺ പോഴ്സ്, ആക്നി, പിഗ്മെന്റേഷൻ, ടാനി എന്നിവയെല്ലാം സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ നല്ല ഗ്ലോയിങ് സ്കിൻ നേടാൻ സാധിക്കും. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഓപ്പൺ പോഴ്സ്, സ്കിന്നിനകത്ത് ഓപ്പൺ പോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കെമിക്കൽ പ്രോഡക്റ്റുകൾ മാറ്റാനായിട്ടാണ് നോക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ കാണാൻ ഇടയായി. ഓപ്പൺ പോഴ്സ് മാറ്റാൻ വേണ്ടി വിപണിയിൽ കിട്ടുന്ന ഒരു ക്രീം മേടിച്ച് ഉപയോഗിച്ച് സ്കിന്നിന് പല രീതിയിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയും സ്കിൻ നശിച്ചു പോകുന്നവരെ സാഹചര്യം വന്നതായിട്ട് ഒരു കുട്ടി പറയുന്നതായിട്ട് ഞാൻ കണ്ട്. 2 ദിവസം കൊണ്ട് നമുക്ക് സ്കിന്നിന് ചേഞ്ചസ് കാണും. പക്ഷെ മതി, ഇത്രയും കിട്ടിയത് മതി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത്. മുന്നോട്ടും ഒരു മാസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെർമനന്റ് ആയിട്ട് നിർത്താൻ സാധിക്കും. കൂട്ടുകാരെ, ഞാൻ പറയുന്ന പോലെ ഈ ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നല്ല റിസൾട്ട് കിട്ടും. സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. പിന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, പുറത്ത് വെക്കരുത്. ചിലപ്പോൾ കേട് പറ്റും. കാരണം നമ്മൾ എല്ലാം ചേർക്കുന്ന നാച്ചുറൽ കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് കേട് പറ്റും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഫേസിലിടുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു ക്രീം തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. നമ്മുടെ ക്രീം തയ്യാറാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് ഗ്ലോ നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. 3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഉഴുന്നിൻ്റെ അളവെന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂൺ ആണ്. അതിൽ നിന്ന് ഞാനിപ്പം ക്രീം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുക്കുന്നത്. പിന്നെ ഉപ്പിടാത്ത വേവിക്കുന്ന ചോറ് വേണം കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോ മിൽക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ റോസ് വാട്ടർ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഞാനൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഉഴുന്ന് ചെറുതായിട്ട് അരയാനായിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് വളരെ കുറവാണ്. ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് 45 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു തുണി വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ആ ഒരു നമ്മൾ അരച്ചതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സത്തെല്ലാം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് എടുക്കേണ്ടതാണ്. ഈ ഒരു ക്രീം നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ്. ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് ഞാൻ ഞെട്ടിയ ഒരു ക്രീമാണ് കേട്ടോ. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുക പോലും ചെയ്യില്ല. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് പിഴിയാൻ. അതും കൂടിയെല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കണം. പിന്നെ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർക്കണം. വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാനൊക്കെ ഇടയാകുന്നതാണ്. അപ്പോൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രീം ഇതേപോലെ വെക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെക്കല്ല് കേട്ടോ, ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ക്രീം ഞാൻ മുഖത്തേക്ക് ഇടുകയാണ്. ഇതേ രീതിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നൈറ്റാണ് ഈ ഒരു ക്രീം ഇടേണ്ടത്. ഇട്ടതിന് ശേഷം നോർമൽ മസാജ് ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങ്. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴിയുമ്പോൾ കാണാം സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം ഞാൻ തുടച്ച് മാറ്റാൻ പോവുകയാണ്. ഒരു സ്പോഞ്ചിൽ കുറച്ച് വെള്ളം വെച്ച് തുടച്ച് മാറ്റുകയാണ്. ഈ ഒരു ക്രീം നിങ്ങൾ നൈറ്റ് ഉപയോഗിക്കാനായിട്ട് നോക്കണം. പുറത്ത് പോകുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ക്രീം ഉപയോഗിക്കരുത്. അങ്ങനെ 3 മിനിറ്റിന് ശേഷം സ്കിന്നിൽ നിന്ന് തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾ? അടിപൊളിയാണ്. ക്രീം തയ്യാറാക്കിയതും ഒക്കെ ഉറപ്പായും എൻ്റെ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക്. നല്ല പോലെ മാറ്റം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് നിങ്ങൾ ഷോക്ക് ആകുന്നതാണ്. സമയം കളയാതെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. പിന്നെ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് എന്താണ് സ്കിന്നിന്റെ മാറ്റം എന്നുള്ളതും എന്നോട് വന്ന് ഉറപ്പായിട്ടും പറയണേ കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.